ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് പാനിപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരം 6 മണിയാകുമ്പോൾക്ക് പുളിവെള്ളവും മുളക് പൊടി ഉപ്പ് അത്ര വെച്ചിട്ട് ഗ്യാസിൽ വെച്ചു. പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പോയി. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കയ്യിലെടുത്തു. പിന്നെ അതിൽ തോണ്ടിയിട്ട് ഈ ഗ്യാസിൽ വെച്ച കാര്യം ഞാൻ മറന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ ഓടി കിച്ചണിലെത്തിയപ്പോൾ ഇത് ഫുള്ള് തളിച്ച് മറിഞ്ഞിട്ട് പകുതിയോളം ഗ്യാസിൻ്റെ തായെല്ലാം മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം കുറേ വറ്റിയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു മഗ്‌രിബെല്ലാം നിസ്കരിച്ചിട്ട് ഓതിയതിന് ശേഷം ഇതിലേക്കുള്ള ഈ പുതിന വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിന, മുളക് പൊടി, പൊടിയല്ല, ഇടിമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് മിക്സിക്കിട്ട് പുതിന ഇടാനുണ്ടായിരുന്നു. പുതിന കയ്യിലുണ്ടായിരുന്നില്ല. വൈകുന്നേരം ഞാൻ എൻ്റെ മോളെ ഷോപ്പിലേക്ക് അയച്ചിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓള് വേറെന്തോ വാങ്ങിയിട്ട് വന്നു, പുതിന വാങ്ങിക്കാൻ മറന്നു. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. ചെറിയ ജീരകം ബോക്സിലിട്ടിട്ടുണ്ടായിരുന്നു, തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് ജീരകം ഉണ്ടായിരുന്നു. പിന്നെ അതും തീരട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ മാസം സാധനം വാങ്ങിക്കുമ്പോഴൊക്കെ ജീരകം വാങ്ങിച്ചിരുന്നില്ല. അങ്ങനെ ആ പാക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ബോക്സും എടുത്ത് തപ്പി നോക്കി, ഒന്നുമില്ല. നോക്കുമ്പോഴേക്ക് പെരുംജീരകം ഉണ്ടായിരുന്നു. ഈ പെരുംജീരകത്തിനെയാണ് ഞാൻ ചെറിയ ജീരകം എന്ന് വെച്ചിട്ട് സാധനം വാങ്ങിക്കുമ്പോഴേക്ക് വാങ്ങിക്കാതിരുന്നത്. അങ്ങനെ എന്തെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാകാൻ നോക്കിയിട്ട് ഞാൻ ഓരോ ബോക്സും തപ്പി നോക്കി. ബോക്സിൻ്റെ ഉള്ളെല്ലാം കണ്ടിട്ട് ഞാനേ ഞെട്ടിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ ഇയർ നോമ്പിന് മുമ്പ് ഒത്തരാക്കിയതാണ്. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ നെയ്ബറിനോട് കുറച്ച് ജീരകം വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അതിലിട്ടു കുറച്ച് വെള്ളം കൂടിയിട്ടിട്ട് മിക്സ് ചെയ്തു. വെള്ളമല്ല, കുറച്ച് ജൽജീര. ഇത് ഈ മാസം സാധനം വാങ്ങിക്കുമ്പോഴേക്ക് അട കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ജൽജീര. എൻ്റെ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളില്ല. പിന്നെ ഇത് അടയെ ബാക്കിയാവും. ഒരു കൗതുകത്തിന് അങ്ങ് വാങ്ങിച്ചതാണ്. ഇത് അടയെ വെച്ചിട്ട് പൊട്ടായിട്ട് ചാടേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ചെറിയൊരു പീസ് ഓഫ് ലെമൺ ഇതിട്ടു. പിന്നെ ലെമൺ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടി ലെമൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയിട്ടിട്ട് നന്നായി അരച്ചെടുത്തു. പിന്നെ അരച്ച ഈ മിക്സ് നമ്മൾ ഫസ്റ്റത്തെ ഈ റെഡ് മിക്സിലേക്ക് കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു ഇഞ്ചി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ മധുരമെല്ലാം നോക്കി, കുറച്ച് മധുരം തേയാത്തതുപോലെയുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം വെല്ലം കൂടിയിട്ടു. അല്ലെങ്കിൽ ഞാൻ വെല്ലം സിറപ്പാക്കിയിട്ട് വെക്കാറാണുള്ളത്. ഇതെന്തോ എനിക്ക് മടിയായി. അങ്ങനെ വെല്ലമെല്ലാം ഇട്ടിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തു. അടിയിൽ ചെറിയ കട്ട ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഇതിലേക്ക് ഉള്ളിയെല്ലാം മുറിക്കാനുണ്ടായിരുന്നു. അതിന് 2 ഉള്ളി എടുത്ത് മുറിച്ചു. ഇത് ഫസ്റ്റത്തെ ഉള്ളി മുറിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പല എടുത്തു. മല്ലിച്ചപ്പല ഇത് നമുക്ക് അങ്ങനെ തിന്നാനുള്ളത്, അരക്കാനുള്ളതൊന്നുമല്ല. അതുകൊണ്ട് അതിൻ്റെ തണ്ടില്ലാത്ത ഭാഗം മുറിച്ചെടുത്തു. പിന്നെ ഞാനിത് ഉച്ചക്കേ പൊട്ടറ്റോ വേവാൻ വെച്ചിരുന്നു. ഒരു 5-6 പൊട്ടറ്റോയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ട് 4-5 വിസിൽ അടിച്ചു. പിന്നെ ഇത് നന്നായി ഇതേപോലെ ഉടച്ചെടുത്തു. എൻ്റെ മോനാണ് ഈ പരിപാടിയെല്ലാം എടുക്കുന്നുള്ളത്. എനിക്ക് ഇങ്ങനത്തെ ഉടച്ചെടുക്കുന്ന പരിപാടിയെല്ലാം ഭയങ്കര ഇഷ്ടം. ഞാൻ പിന്നെ ജോലി എടുക്കുമ്പോഴേക്ക് ഈ പിള്ളേരൊന്നും അടുത്തേക്ക് വരാൻ സമ്മതിക്കലില്ല. പിന്നെ ഓന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു ഉള്ളി മുറിക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ആ ഉള്ളി മുറിച്ചു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഇതേപോലെ പൊട്ടറ്റോ ഇത് വേറെ തന്നെ വെച്ചു. ഹസ്ബൻഡ് വരുമ്പോഴേക്ക് ലേറ്റ് നൈറ്റാണ്, അപ്പോൾ തീർന്നെങ്കിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അത് വേറെ തന്നെ വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇതേപോലെ കുക്കറിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. പിന്നെ ആ ഹസ്ബൻഡിനാണെങ്കിൽ ഈ മല്ലിച്ചപ്പല ഇടുന്നതും ഇഷ്ടമില്ല, ഞങ്ങൾക്ക് മാത്രമാണിത്. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി കൊടുത്തിരുന്നു. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് തേഞ്ഞില്ലെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി മല്ലിച്ചപ്പിട്ട് നന്നായി മിക്സ് ചെയ്തു. പൊട്ടറ്റോ എല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൊട്ടറ്റോ വേവാറില്ല. പിന്നെ ഇത് കുക്കർ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് ഇട്ടു. ഫസ്റ്റ് സ്പൂൺ കൊണ്ടെല്ലാം ഇതേപോലെ ഇട്ടു. പിന്നെ ശരിയാകുന്നില്ല, ഇതൊന്നും നന്നായി വടിച്ചെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ സ്പാച്ചുല നോക്കിയിട്ട് അത് അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് പറ്റുന്നത്ര അതെല്ലാം വടിച്ചെടുത്തു. പിന്നെ ഈ ഒരു വെള്ളം ഇതേപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ട് ആ ഒരു വെസലെല്ലാം കഴുകിയെടുക്കണം. അടിയിൽ വെല്ലത്തിൻ്റെ ലാസ്റ്റിട്ട കട്ട അതേപോലെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇത്ര ആയിട്ടാകുമ്പോൾ കിച്ചൺ ഇതേപോലെ ആല പോലെ ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴുകിയെടുത്തിട്ട് ബാക്കി ജോലി എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം കഴുകാനുള്ള പാത്രമെല്ലാം
സിങ്കിൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചു. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പെല്ലാം നന്നായി തോർത്തിയെടുത്തു. തോർത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം കഴുകാൻ തുടങ്ങി. ഇതേപോലെ സിങ്കിൻ്റെ കൗണ്ടർ ടോപ്പ് സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൗകര്യമാണ്. കഴുകാനുള്ള പാത്രമെല്ലാം അവിടെ വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം. പിന്നെ എണ്ണ തീർന്നിരുന്നു. അങ്ങനെ ഞാൻ എണ്ണ പൊട്ടിച്ച് വെച്ചു. എണ്ണ നോക്കുമ്പോൾ ഇതിൽ 750 ഗ്രാമാണുള്ളത്. മുമ്പെല്ലാം 1 ലിറ്ററിന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു. ഇനി എണ്ണേൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടോ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് മറന്നുപോയിരുന്നു. അങ്ങനെ എണ്ണെല്ലാം പൊട്ടിച്ചിട്ട് ഞാൻ ഒരു നാളിക എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു. ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പിള്ളേരെ ഈ നാളിക ഒന്ന് പൊക്കി പിടിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഇത് ഒരു കയ്യിൽ നാളിക പൊക്കി പിടിക്കുന്നു, ഒരു കയ്യിൽ ഒഴിക്കുന്നു. ഈ പൊക്കി പിടിക്കുന്ന ട്രിക്ക് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി ലാബിൽ നിന്ന് കെമിസ്ട്രി മാം പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ എയർ പോകുമ്പോൾക്ക് ആ നാളികയിലുള്ള വെള്ളം കൂടി ഉള്ളിലേക്ക് പോകും. ഏതോ ഒരു ആസിഡിൻ്റെ കേസിൽ പറഞ്ഞത്. അങ്ങനെ അതെല്ലാം ഒഴിച്ചിട്ട് റെഡിയാക്കിയതിന് ശേഷം ഗ്യാസിൽ ഒരു ചീനച്ചട്ടി വെച്ചു, ഓയിൽ ഒഴിച്ചു. പിന്നെ ഒരു കണ്ണം പാത്രത്തിൽ ഒരു ടിഷ്യൂം കൂടി ഇട്ട് വെച്ചു. റെഡിയായ പാനിപ്പൂരി ബോൾസ് ഇതിലേക്ക് ഇട്ട് വെക്കാൻ. ഇത് ഞാൻ കഴിഞ്ഞ മാസമല്ല അതിൻ്റെ മുമ്പത്തെ മാസം സാധനം വാങ്ങിക്കുമ്പോൾ വാങ്ങിച്ചതാണ്. അത് അടയെ ബാക്കിയായി. പിന്നെ എണ്ണ ചൂടായതിന് ശേഷം ബോൾസ് ഇട്ട് വെച്ചു. ഇത് ബോൾസ് കുറേ ഇട്ടെങ്കിൽ ശരിയാവില്ല, അത് പൊങ്ങി വരില്ല. പൊങ്ങാൻ സ്ഥലം വേണം. കുറച്ചിട്ടിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ പൊങ്ങലില്ല. പിന്നെ അപ്പുറത്തെ കണ്ണം പാത്രം ചെറുതായത് കൊണ്ട് അതിൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മോളോട് ഇടാൻ പറഞ്ഞു. ഓൾ ഇടുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ ഇപ്പുറം ചീനച്ചട്ടിയിലേക്ക് ഈ സാധനം ഇട്ടു. ഈ ബോൾസ് ഉണ്ടല്ലോ, പരത്തിയ ബോൾസ്, അത് ഇടുമ്പോൾക്ക് ജാസ്തി ആയത് ഞാൻ അപ്പുറത്തെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടു. എൻ്റെ മോൾ എന്ത് ചെയ്തു, ഞാൻ ബോൾസ് ബാക്കിയുള്ളത് ഇതിലേക്ക് ഇടുമ്പോൾ ഓൾ അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് അത് ഒരൊറ്റ ഇടലാണ്. എണ്ണ എൻ്റെ കൈക്ക് തന്നെ തെറിച്ചു. നല്ല വലിയൊരു കട്ട പോലത്തെ ഒരു എണ്ണയാണ് തെറിച്ചത്. എനിക്കാണെങ്കിൽ പൊള്ളിയിട്ട് ഞാൻ അപ്പം തന്നെ പൈപ്പിൻ്റെ അടിയിൽ കൈവച്ചു. അങ്ങനെ കഴുകിയിട്ടെല്ലായിട്ട് ഈ ബാക്കിയുള്ളത് എടുത്തു. പൊള്ളിന്ന് പറഞ്ഞിട്ട് അങ്ങനെ അളക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിങ്ങനെ പൊങ്ങിയിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ ചുട്ട് പറിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ തൊട്ടുനോക്കി, എന്തെങ്കിലും അതിനാന്ന് ഇല്ല. പിന്നെ വിരലെല്ലാം ഇതേപോലെ ആക്കി നോക്കി, എന്തോ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അതിങ്ങനെ ചെറിയൊരു പൊക്കളം പൊങ്ങാൻ തുടങ്ങി. പിന്നെ അത് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ഈ ഒരു വെള്ളം മിക്സ് ചെയ്തു. ഈ പൊള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ നെയ്ബർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തു, അത് കൊടുക്കാൻ പോയി. പിന്നെ ഇത് ഞങ്ങൾ 3 ആൾക്കും ഈ ബാജി ഒരേപോലെ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ മക്കളെ കൽമ്പും. ഞങ്ങൾക്ക് കുറച്ച് കിട്ടി, നിങ്ങൾക്ക് കുറേ എടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഒരേപോലെ ആക്കി. അവർ കൽമ്പൊക്കെ പിന്നെ പറ്റായിട്ട് എൻ്റെ പാത്രത്തിലുള്ളത് എടുത്തു കൊടുക്കണം. പിന്നെ കൈ ചുട്ട് വരച്ചിട്ട് പറ്റാഞ്ഞിട്ട് ഞാൻ ലുക്മാൻ തേയിലെടുത്ത് തേച്ച് അങ്ങനെ ഇതെല്ലാം തടവി ഹോളിൽ വന്ന് പിന്നെ പാരിങ് ബോൾസ് ഈക്വലി ഡിവൈഡ് ചെയ്യണം. ഞാനിതിടുമ്പോൾ എൻ്റെ മോളിയുടെ എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്. ഓരോരാൾക്കും 12 വീതം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് അടിയിൽ ആ പൊങ്ങാത്തതെല്ലാം പിന്നെ ഇട്ട് പിന്നെ ഇതേപോലെ ഓരോന്നും ഒട്ടയാക്കിയിട്ട് വെക്കണം. ഇത് അവരവർ ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കയ്യിൽ നോക്കിക്കൊണ്ടേയിരുന്നു. ഈ തേല് തേച്ചിട്ട് വേദന എല്ലാം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഈ ബാജി ഇട്ടു. എല്ലാത്തിലേക്കും ഇതേപോലെ ഇട്ട് വെക്കൽ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മിക്സറാണ് മറന്നിട്ടുണ്ടായത്. ഇത് 2-3 മാസം മുമ്പേ സാധനം വാങ്ങിക്കുമ്പോൾ കൊടുന്നതാണ്. ഇത് കടലപ്പൊടിൻ്റെ മിക്സർ അല്ലാത്തത് കൊണ്ട് ഒരു ടേസ്റ്റ് ഇല്ല. കാണാൻ നല്ലുണ്ട്, നല്ല യെല്ലോ കളറായിട്ട് കുഞ്ഞു മിക്സർ. പക്ഷേ ടേസ്റ്റ് വൈസ് ഒട്ടും കൊള്ളില്ല. പിന്നെ ഇതാണെങ്കിൽ നെയ്ബേഴ്സിന് കൊടുക്കാനും മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാരമില്ല, ഇതിനി കൊടുക്കുമ്പോൾ അവരിതെല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് നേരത്തെ ഞാൻ കൊടുത്തതാണ്. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ ഒരു വെള്ളവും മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ബൈറ്റ് കടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ നോക്കൂ. പിന്നെ കൈൻ്റെ ഈ പൊക്കളത്തിനെല്ലാം ഞാൻ ഒന്ന് ഇങ്ങനെ അമർത്തി നോക്കി. ആ തേയില വെച്ചിട്ടുണ്ടായത് കൊണ്ട് ചുട്ടുവറുക്കലെല്ലാം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.